അധ്യാത്മരാമായണം തുടരുകയാണ്. ഇന്ന് കിഷ്കിന്ധാകാണ്ഡത്തിൽ ഹനുമൽ സുഗ്രീവ സംവാദം, ശ്രീരാമൻ്റെ വിരഹതാപം, ലക്ഷ്മണൻ്റെ പുറപ്പാട്, സുഗ്രീവൻ രാമസന്നിധിയിൽ എന്നീ പംക്തികളാണ് ചൊല്ലാൻ പോകുന്നത്. മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. ഹാ ജനകാത്മജേ സീതേ മനോഹരേ, ഹാ ജഗത്മോഹിനി നാഥേ മമ പ്രിയേ. ഏവമാദ്രിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതെ ചമഞ്ഞിതു. ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനമങ്ങ് കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു, പവനജനഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. രാമനും പാർവതമൂർധ്നി ദുഃഖിച്ച് ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധൗ താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ. പാപമയോ മമ കാൺക കുമാരനീ, ജാനകി ദേവി മരിച്ചിതോ കുത്രചിൽ. മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതും അറിഞ്ഞതും ഇല്ലല്ലോ. ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി, കിന്തു ഭയപ്പെടുത്തിയിടുകെന്നേ വരൂ. ബാലിയെപ്പോലെ നിനക്കും വിരവൊടു കാലപുരത്തിനു പോകാമറിക നീ. ഇത്തമവനോട് ചെന്ന് ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാലതിന്നനുരൂപമാ ആകുതമോർത്തു കർത്തവ്യമനന്തരം. അഗ്രജാജ്ഞയാം സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നീടിനാൻ. വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നുമറിക നീ. സുഗ്രീവനർഘ്യപാദ്യാദേന പൂജ ചെയ്തഗ്രഭാഗേ വീണ്ടും വീണ്ടും വടങ്ങിനാൻ. രാമൻ തിരുവടിയെ ചെന്നു കാൺമതിനാമോദമോടു നടന്നു കപിവരൻ. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തിപ്രിയനോടുണർത്തിച്ചിതന്നേരം തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കടവീരരെ കാണായതൊക്കവേ. പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. അരണ്യകാണ്ഡത്തിൽ
നാം ചിന്തിക്കുന്നത് രാവണനെ കുറിച്ചാണ്. രാവണൻ ഒരുപാട് കഴിവുകളുള്ള ആളാണ്, ശക്തിമാനാണ്. പക്ഷെ ഇതുകൊണ്ടൊരു കുഴപ്പമുണ്ടായി. നഷ്ടം സംഭവിച്ചത് കുബേരനാണ്. കാരണം രാവണൻ്റെ സാമ്രാജ്യമാണ് ശ്രീലങ്കയെങ്കിലും അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ കുബേരനായിരുന്നു. വൈശ്രവണൻ 10,000 അംബാനിമാർക്ക് തുല്യമായ ഒരാൾ. അദ്ദേഹത്തിന് വേണ്ടി ക്ഷേത്രം പണിതവരാണ് നമ്മൾ ഹിന്ദുക്കൾ. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി എന്ന് പറയുന്നത്. അതായത് രാവിലെ നമ്മൾ കണി കാണുന്ന ആദ്യം ലക്ഷ്മിയാണ്, മഹാലക്ഷ്മി. സമ്പത്ത് 10 തലമുറയ്ക്കുള്ളത് ഉണ്ടാക്കണം. അതുകൊണ്ടാണ് കുബേരനെ ദൈവമായിട്ട് പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നവരാണ് നമ്മൾ. വികലമായ ചില സങ്കല്പങ്ങൾ നമ്മുടെ സമാജത്തിൽ ആരൊക്കെയോ അടിച്ചേൽപ്പിച്ചു. നിങ്ങളെന്തിനാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത്? നമ്മുടെ മക്കൾക്കുള്ളതെല്ലാം മക്കൾ ഉണ്ടാക്കട്ടെ, ഇതൊക്കെ അങ്ങ് മരിക്കുമ്പോൾ കൊണ്ടുപോകുമോ? വികലമായ കാഴ്ചപ്പാടായിരുന്നു. അത് ഹിന്ദുവിൻ്റെ കാഴ്ചപ്പാടേയല്ല. നമ്മളോട് പറയുന്നത് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മം, എല്ലാത്തിൻ്റെ അടിസ്ഥാന ധർമ്മമായിരിക്കണം. നിങ്ങൾ സ്വർണം കടത്തിയിട്ടും മയക്കുമരുന്ന് ബിസിനസ് നടത്തിയിട്ടും പണം ഉണ്ടാക്കാം, അങ്ങനെ ഉണ്ടാക്കരുത്. ധർമ്മം, അതിൻ്റെ അടിസ്ഥാനത്തിൽ അർത്ഥം, എത്ര പണം ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും പണം, 10 തലമുറക്കുള്ളത് ഉണ്ടാക്കണം. കാമം, ആഗ്രഹങ്ങൾ. അപ്പം നിങ്ങൾ ധാർമ്മികമായി ഉണ്ടാക്കിയ പണം കൊണ്ട് ഉതകുന്ന ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ പാടില്ല. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം. നല്ല വീട് വേണം, നല്ല കാറ് വേണം, ബാങ്കിൽ ഡെപ്പോസിറ്റ് വേണം, നന്നായിട്ട് ഗോൾഡ് വേണം, സ്വത്തുവകകൾ ഇഷ്ടം പോലെ വേണം. അടുത്ത തലമുറക്ക് കൈമാറുവാൻ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ഉണ്ടാക്കേണ്ടവരാണ് നമ്മൾ. അതാണ് നമ്മുടെ ദൈവം കുബേരനാകുന്നത് എന്നുകൂടി നമ്മൾ അറിയണം. ആ കുബേരൻ്റെ സാമ്രാജ്യം, കുബേരൻ സമ്പത്തിനെ ആരാധിച്ചു, കുബേരൻ ശക്തിയെ ആരാധിച്ചില്ല. നമുക്ക് സമ്പത്തുണ്ട്, നമുക്ക് അറിവുണ്ട്, ശക്തിയില്ല എങ്കിൽ അത് മറ്റുള്ളവർ പിടിച്ചുകൊണ്ടു പോകും. ഭഗവാന്റെ ഒരു കയ്യിൽ ശംഖുണ്ട്, താമരയുണ്ട്, പക്ഷേ ചക്രവും ഗദയും ഉള്ളത് കൊണ്ടാണ് അത് സംരക്ഷിക്കപ്പെടുന്നത്. ഇത് കൃത്യമായിട്ട് ഹിന്ദുവിനെ പഠിപ്പിക്കുന്ന, രാമൻ പഠിപ്പിക്കുന്ന പാഠമാണ്. അങ്ങനെ ലങ്ക നഷ്ടപ്പെട്ടു, സ്വർണ്ണമയൂര ലങ്ക നഷ്ടപ്പെട്ടു. അത് രാവണൻ്റെ സാമ്രാജ്യമായി തീർന്നു. കുബേരൻ്റെ പുഷ്പക വിമാനം പോലും രാവണൻ പിടിച്ചെടുത്തു എന്നറിയണം. അവിടേക്കാണ് തൻ്റെ സഹോദരി ശൂർപ്പണഖ ചെല്ലുന്നത്. രാവണനോട് പറഞ്ഞു, എൻ്റെ മൂക്ക് ചെത്തിയിരിക്കുന്നു. രക്തമൊലിപ്പിച്ചു വരുന്ന തൻ്റെ സഹോദരിയെ കണ്ടപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. 2 യുവാക്കൾ എൻ്റെ മൂക്ക് ചെത്തിയിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, അത് നിൻ്റെ കയ്യിലിരിപ്പായിരിക്കും. സഹോദരി വഴിവിട്ട ജീവിതം നയിക്കുന്നവളാണെന്ന് അറിയാവുന്ന രാവണന് വലിയ താല്പര്യമൊന്നുമില്ല സഹോദരിയോട്. അപ്പോൾ പറഞ്ഞു, ഈ രാവണൻ്റെ ഉഗ്രപ്രതാപിയായ രാവണൻ്റെ പെങ്ങളുടെ മൂക്കാണ് ചെത്തിയിരിക്കുന്നത്, അതിലും രാവണൻ വീണില്ല. അപ്പോഴാണ് രാവണൻ്റെ വീക്ക്നെസ്സിൽ കയറി പിടിച്ചത്. മനുഷ്യന്മാർക്കെല്ലാം ചില വീക്ക്നെസ്സുകൾ ഉണ്ടാവും. അതിൽ കയറി പിടിച്ചാൽ കാര്യങ്ങൾ സാധിക്കാൻ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കിയ ശൂർപ്പണഖ പറഞ്ഞു, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ത്യാഗം സഹിച്ചെന്ന് ജ്യേഷ്ഠന് മനസ്സിലായോ? ഞാൻ കാട്ടിൽ വെച്ചൊരു യുവതിയെ കണ്ടു. ദേവസ്ത്രീകൾ നാണിച്ചു പോകുന്ന സൗന്ദര്യത്തിൻ്റെ ഉടമയായ ഒരു അപ്സരസ്. ആ അപ്സരസ് കാട്ടിൽ ജീവിക്കേണ്ടതല്ലല്ലോ, എൻ്റെ ജ്യേഷ്ഠൻ്റെ അന്തഃപുരത്തിൽ ജീവിക്കേണ്ടവളല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. അവളെ സ്വന്തമാക്കുവാനുള്ള പരിശ്രമത്തിനിടയിലാണ് എനിക്കെൻ്റെ മൂക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ രാവണൻ്റെ ഉള്ളിലെ കാമഭ്രാന്തൻ ഉണർന്നു. എങ്കിൽ അവളെ ഒന്ന് കാണണമല്ലോ. സീതാദേവി രാവണൻ കണ്ടു. തൻ്റെ പെങ്ങൾ പറഞ്ഞത് ഒട്ടും തെറ്റല്ല. കാരണം മഹാലക്ഷ്മിയാണ് സീതാദേവിയായിട്ട് വന്നിരിക്കുന്നത്. സൗന്ദര്യത്തിൻ്റെ നിറകുടം. കണ്ട മാത്രയിൽ മോഹിച്ചു പോയി, സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചു പോയി. അതിനുവേണ്ടി എന്തും ത്യജിക്കുവാൻ തയ്യാറായി രാവണൻ. അങ്ങനെ എന്തുണ്ട് വഴി? അപ്പോഴാണ് അറിയുന്നത് രാമനാണ് ഈ സ്ത്രീയുടെ ഭർത്താവ്. രാമൻ ഇന്നേ ആളാണ്. 72 മിനിറ്റ് കൊണ്ട് ഗർണടക്കമുള്ള ആളുകളെ കൊന്ന ആളാണ്, ചില്ലറക്കാരനല്ല. അതുകൊണ്ട് നേരെ നിന്ന് മുട്ടിയിട്ട് സീതയെ അപഹരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ രാവണനെ ന്യായീകരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, എത്ര ഭീരുവായിരുന്നു ഇയാൾ. അങ്ങനെയാണ് അദ്ദേഹം സന്യാസ വേഷത്തിലാണ് വരുന്നത്. അതിനു മുമ്പ് മാരീചനോട് പറയുകയാണ്, മാരീച, നീ അവിടെ ആശ്രമത്തിൽ നിന്ന് ലക്ഷ്മണനെയും രാമനെയും അകറ്റണം. ഈ സമയത്ത് ഞാൻ സന്യാസ വേഷത്തിൽ വന്നിട്ട് സീതയെ പോക്കിക്കൊള്ളാം എന്നായിരുന്നു പറയുന്നത്. ആ സമയത്താണ് മാരീചൻ്റെ മറുപടി, ആരോടാണ് അങ്ങ് കളിക്കാൻ പോകുന്നത്? രാമൻ ആരെന്നറിയുമോ താങ്കൾക്ക്? സർവനാശം, വംശം തന്നെ മുടിഞ്ഞു പോകും. രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിൻ്റെ പ്രതീകമായ ശ്രീരാമചന്ദ്രനോട് കളിക്കുന്നവരാരും ഭൂമിയിൽ അവശേഷിക്കില്ല. അതുകൊണ്ട് അങ്ങയുടെ അത്യാഗ്രഹം ദുരാഗ്രഹമാണ്.
സീതാദേവിയെ, രാമൻ്റെ ഭാര്യയെ സ്വന്തമാക്കുക എന്നുള്ളത് അങ്ങയുടെ ദുരാഗ്രഹമാണ്, ഉപേക്ഷിക്കൂ രാവണ എന്ന് കാലുപിടിച്ച് പറഞ്ഞപ്പോൾ ചന്ദ്രഹാസം വലിച്ചു. പിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലും, ഒന്നുകിൽ നീ മാനായിട്ട് ചെല്ലണം, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകണം. ഈ സമയത്താണ് മാരീചൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകുന്നത്, ഈ ദുഷ്ടൻ്റെ കൈകൊണ്ട് മരിക്കണമോ രാമൻ്റെ ബാണമേറ്റ് മരിക്കണമോ? രാമൻ്റെ ബാണമേറ്റ് മരിക്കാൻ തീരുമാനിച്ചു മാരീചൻ. മരണം ഉറപ്പിച്ചു, ഒന്നുകിൽ രാവണൻ കൊല്ലും അല്ലെങ്കിൽ രാമൻ കൊല്ലും. അതിൽ നല്ല മരണം ആരുടേതാണ്? രാമൻ്റെ കൈകൊണ്ട് മരിക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്നത് പോലും രാമനോടുള്ള ഭക്തിയായിരുന്നു മാരീചൻ്റെ ഉള്ളിൽ. അങ്ങനെ മാരീചൻ സ്വർണ്ണമാനിൻ്റെ വേഷത്തിൽ ചെല്ലുന്നു. ആ മാനിനെ കണ്ടപ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട്, നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല, എന്തോ ഒരു ചതി ഉണ്ടല്ലോ എന്ന്. കാണാത്തത് കാണുമ്പോൾ ഉണ്ടാകുന്ന ജാഗ്രത. എന്നാൽ സീതയുടെ മനസ്സിലൊരു ചാപല്യം. ചില ചാപല്യങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും, ജീവിതത്തെ ദുസ്സഹമാക്കി കളയും. ആ മാനിനെ സ്വന്തമാക്കണമെന്നൊരാഗ്രഹമുണ്ടായി. അത് കിട്ടാൻ വേണ്ടി ഭർത്താവിനോട് പറഞ്ഞു, രാമനോട് പറഞ്ഞു, എനിക്ക് ആ മാനിനെ വേണം. രാമൻ പറഞ്ഞു, വേണമോ? വേണം. വാശി പിടിച്ചു സീത. അങ്ങനെ മാനിൻ്റെ പിന്നാലെ രാമൻ പതുക്കെ, മാൻ സ്പീഡ് കൂട്ടി, രാമൻ ഓടി. പിന്നാലെ പോകുമ്പോൾ രാമന് മനസ്സിലായി ഇതൊരു ഒറിജിനൽ മാനല്ല എന്ന്. രാമൻ്റെ ബാണം എയ്തു, അത് മാരീചനായിരുന്നു. മാരീചൻ ഒരു മിമിക്രിക്കാരൻ കൂടിയായിരുന്നു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ലക്ഷ്മണ, സീതയെ എന്നെ രക്ഷിക്കൂ എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു. സീതയുടെ മനസ്സ് വീണ്ടും പ്രക്ഷുബ്ധമായി. ലക്ഷ്മണ, ഓടിച്ചെല്ലൂ, നിന്റെ ജ്യേഷ്ഠൻ എന്തോ അപകടം പറ്റിയിരിക്കുന്നു. ലക്ഷ്മണൻ പൊട്ടിച്ചിരിക്കുകയാണ്. 14 ലോകങ്ങളിലും എൻ്റെ രാമൻ്റെ രോമത്തിൽ തൊടാൻ കഴിയുന്ന ഒരാൾ പോലും ജനിച്ചിട്ടില്ല. അപ്പോഴാണോ രാമൻ കരയുന്നത്? അല്ലല്ല, രാമൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, നീ ഓടിച്ചെല്ലൂ ലക്ഷ്മണ. ലക്ഷ്മണൻ പോകുന്നില്ല. വീണ്ടും നിർബന്ധിച്ചപ്പോൾ പോകാതിരുന്ന ലക്ഷ്മണനെ നോക്കി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്ക് പറഞ്ഞു സീത. അതിൻ്റെ കർമ്മം സീതയ്ക്കും അനുഭവിക്കേണ്ടി വന്നു. കർമ്മഫലത്തിൽ നിന്ന് മഹാലക്ഷ്മി പോലും വിട്ടു നിൽക്കേണ്ടി വരില്ല. കർമ്മഫലം എല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. സീത എന്താ പറഞ്ഞത്? എടാ ദുഷ്ട, എൻ്റെ ഭർത്താവ് അപകടത്തിൽപ്പെട്ട് ഇങ്ങനെ കരയുമ്പോഴും നീ ഓടിച്ചെല്ലാത്തത് എൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് നീ ഞങ്ങൾക്കൊപ്പം കാട്ടിലേക്ക് കൂടിയത് എന്ന് പറയുന്ന സീത പൊട്ടിക്കരയുകയാണ്. ലക്ഷ്മണൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്ക്. രാമായണത്തിൽ വല്ലാത്തൊരു ഉദാഹരണമുണ്ട്. സീതയെ തട്ടിക്കൊണ്ടുപോയിട്ട് സീതയുടെ ആഭരണങ്ങൾ രാമൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ കണ്ണു നിറഞ്ഞിട്ട് രാമന് ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. രാമൻ ഓരോന്ന് ഉയർത്തിയിട്ട് ലക്ഷ്മണനോട് ചോദിക്കുകയാണ്, ലക്ഷ്മണ, ഈ അരഞ്ഞാണം ജ്യേഷ്ഠത്തെ അമ്മയുടേതാണോ? അറിയില്ല. ഈ മാല ജ്യേഷ്ഠത്തെ അമ്മയുടേതാണോ? അറിയില്ല. ഈ വള ജ്യേഷ്ഠത്തെ അമ്മയുടേതാണോ? അറിയില്ല. അവസാനം പാദസരം കാണിച്ചപ്പോൾ പറയുകയാണ്, അറിയാം ജ്യേഷ്ഠ, ഇത് ജ്യേഷ്ഠത്തെ അമ്മയുടേത് തന്നെ. എല്ലാ പ്രഭാതങ്ങളിലും ജ്യേഷ്ഠത്തി അമ്മയുടെ പാദ നമസ്കാരം ചെയ്യുമ്പോൾ ഞാൻ ഈ സ്വർണ്ണ കൊലുസ് കണ്ടിട്ടുണ്ട്, ഈ പാദസരം കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഈ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ പാദങ്ങളിൽ നമസ്കരിച്ച ആ അനുജനോട് സീതാദേവി പറയുകയാണ്, അല്ല ദുഷ്ട, എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് നീ ഞങ്ങൾക്കൊപ്പം കാട്ടിലേക്ക് വന്നത് എന്ന് പറയുമ്പോൾ അത് ലക്ഷ്മണൻ്റെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് വാക്കുകളെ വാണി എന്ന് പറയുന്നത്, വാണിയെ സരസ്വതി എന്ന് പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വീണുകിടക്കുന്ന ദുര്യോധൻ്റെ തുടയ്ക്ക് വീണ്ടും ഇടിച്ചുകൊണ്ട് അതിനെ ചമ്മന്തി പരുവത്തിലാക്കിയാണ് ഭീമസേനൻ. ഇത് കണ്ടപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നു, എന്താ ഭീമ ഇത്രമാത്രം ഇവനോട് വെറുപ്പ്? അപ്പോൾ പറയുകയാണ്, ഇവൻ എൻ്റെ ഭാര്യ ദ്രൗപദിയോട് പറഞ്ഞു ഈ തുടയിൽ വന്നിരിക്കടി എന്ന്, അതുകൊണ്ട് ആ തുട ഞാൻ ബാക്കി വച്ചേക്കില്ല. എന്നിട്ട് ഭീമൻ പറയുന്നൊരു ഫിലോസഫി ഉണ്ട്. അങ്ങനെ തത്വശാസ്ത്രമൊന്നും പറയാത്ത ആളാണ് ഭീമൻ. ഭഗവാനെ കൃഷ്ണ, വാളുകൊണ്ടുള്ള മുറിവ് വേഗമുണങ്ങും, വാക്കുകൊണ്ടുള്ള മുറിവ് ഒരിക്കലും ഉണങ്ങില്ല എന്ന്. എത്ര അർത്ഥവത്തായ വാക്കുകളാണിത്. ചില വാക്കുകൾ കൊണ്ടുള്ള മുറിവ് നമുക്ക് ഏറ്റിട്ടുണ്ടാവാം, പലരിൽ നിന്നും അത് ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരുപാട് ആളുകളെ വാക്കുകൊണ്ടുള്ള മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ടാകും. വാക്കുകൊണ്ടേറ്റ മുറിവിനെ മറക്കുവാനും വാക്കുകൊണ്ടേൽപ്പിച്ച മുറിവിന് പ്രായശ്ചിത്ത കർമ്മങ്ങളും ചെയ്യണം. അച്ഛനോടും അമ്മയോടും പറയാൻ പാടില്ലാത്ത വാക്ക് പറഞ്ഞെങ്കിൽ, കുടുംബത്തിൽ പാടില്ലാത്ത വാക്ക് പറഞ്ഞു പോയെങ്കിൽ അത് വലിയ ആഘാതങ്ങൾ വലിയ മനസ്സുകൾ പല മനസ്സുകളിലും സൃഷ്ടിച്ചിട്ടുണ്ടാകും എന്നുകൂടി അറിയണം. അതുകൊണ്ട് സീതാദേവി പറയാൻ പാടില്ലാത്ത വാക്ക് പറഞ്ഞു, ലക്ഷ്മണനോടി. സീതാദേവിക്ക് രക്ഷയൊരുക്കിക്കൊണ്ടാണ് ലക്ഷ്മണൻ പോയത് എന്ന് നമ്മുടെ മൂല ഗ്രന്ഥമായ രാമായണത്തിൽ ഇല്ലെങ്കിലും ലക്ഷ്മണ രേഖയൊക്കെ നമുക്കവിടെ കാണാം. ലക്ഷ്മണൻ ഒരു പ്രത്യേക സ്ഥലം മാർക്ക് ചെയ്തു വെച്ചു, ഇതിനപ്പുറം കടക്കരുത് എന്നുകൂടി പറഞ്ഞിട്ടും സീതാദേവിക്ക് കടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? രാമായണത്തിൽ ഇല്ലെങ്കിലും ആ കഥയ്ക്കൊരു പ്രാധാന്യമുണ്ട്. കാരണം
ഞാൻ ആത്യന്തികമായി രക്ഷിക്കേണ്ടത് എൻ്റെ ജ്യേഷ്ഠത്തി അമ്മയാണ്. ആ ജ്യേഷ്ഠത്തി അമ്മയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഞാനൊരു രേഖ വരച്ചിട്ടുണ്ട്. ആ രേഖയ്ക്ക് ഇപ്പുറം പോയാൽ സീതാദേവിക്ക് അപകടം ഉണ്ടാവും. ആ രേഖയ്ക്കുള്ളിൽ സുരക്ഷിതമാണ്. അങ്ങനെയെങ്കിൽ അത് കടക്കണമോ വേണ്ടയോ? ഈ വിഷയമാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ഉത്തര മലബാറിലെ നാലമ്പല ദർശനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എളയാവൂരിലെ ഭരത ഭഗവതി ക്ഷേത്രം. ജപമാലയുമേന്തിയിരിക്കുന്ന താപസനായ ഭരതനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കന്നിമൂലയിലെ ആദിപരാശക്തിയുടെ പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിലെ മറ്റൊരു സവിശേഷത. ശ്രീരാമ ഭഗവാൻ വനവാസത്തിനു പോയപ്പോൾ രാമപാദുകം വെച്ച് പൂജിച്ച് നാട് ഭരിച്ച ഭരതനാണ് എളയാവൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ശ്രീരാമൻ എങ്ങനെ വനത്തിലേക്ക് യാത്രയായോ അതേ വേഷത്തിൽ ജപമാല പിടിച്ച് താപസരൂപത്തിലാണ് ഭരതൻ ഇവിടെയുള്ളത്. ഭരണ നൈപുണ്യം ഋഷിഭാവത്തിലും ആകാമെന്ന മഹത്തായ കാഴ്ചപ്പാടിൻ്റെ പ്രതീകം കൂടിയാണിത്. ഈ നാലമ്പല ദർശനം തുടങ്ങിയതിന് ശേഷം ഈ ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങൾ, ഇപ്പോൾ കേരളത്തിൻ്റെ അങ്ങേ തലക്കുന്ന് കഴിഞ്ഞ ആഴ്ച തൊടുപുഴ, ഇടുക്കി, അങ്ങനെ ഒക്കെ ആൾക്കാർ ഒരു തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ഇവിടത്തേക്ക് നമ്മളെ കണ്ണൂർ ജില്ലയിലേക്ക് വരുന്നൊരു അവസ്ഥയും കൂടി ഈ വർഷം മുതൽ സംജാതമായിട്ടുണ്ട്. KSRTC തീർത്ഥാടന ടൂറിസം എന്ന നിലക്ക് ഇവിടെ ഈ വർഷം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഭക്തജനങ്ങൾ എന്ത് തന്നെയാലും ഈ ക്ഷേത്രത്തിലേക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണം അത് എത്ര മണിയായാലും ഉച്ചവരെ അത് കൊടുക്കുന്നുണ്ട്. വളരെയേറെ അപൂർവതകളുള്ള ക്ഷേത്രമാണ് എളയാവൂർ ഭരത ഭഗവതി ക്ഷേത്രം. ഭരതനോടൊപ്പം ആദിപരാശക്തിക്കും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭരത ഭഗവതി ക്ഷേത്രം എന്ന പേര് വന്നതുപോലും. കന്നിമൂല ഭഗവതി അമ്മയായ ആദിപരാശക്തിയുടെ മുൻപിൽ കൊടിയില വെച്ച് വിശേഷാൽ പൂജകളോടെയാണ് ഇവിടെ ഉത്സവം ആരംഭിക്കുന്നത്. ആദ്യകാലത്തിൽ മഹാവിഷ്ണു സാന്നിധ്യമാണ് ഇവിടെ ഉള്ള രീതിയിലാണ് ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. 2001 സ്വർണ്ണപ്രശ്നത്തോടുകൂടിയാണ് ജപമാല ധരിച്ച ഭരതൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരതക്ഷേത്രമായിട്ട് സംഗമേശ്വരൻ എന്നറിയപ്പെട്ടു. പിന്നെ ഭരതൻ്റെ മറ്റൊരു നാമമാണ് സംഗമേശ്വരൻ. ആ സമയത്ത് ഇവിടെ 3 ക്ഷേത്രങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. നീർവേലിയും ലക്ഷ്മണൻ പെരിഞ്ചേരിയും എളയാവൂർ ഭരതനും. പായം ക്ഷേത്രവും ശത്രുഘ്ന ക്ഷേത്രവും 2014 അവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയിട്ട് ഉണ്ടാകുന്നത്. അതോടുകൂടി വടക്കേ മലബാറിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടനമായി നാലമ്പല ദർശനത്തിന് നമ്മളെ കണ്ണൂരും കൂടി മാറുകയുണ്ട്. വടക്കേ മലബാറിലെ ഏക ഭരതക്ഷേത്രം ഇപ്പോൾ ഈ എളയാവൂരിലെ ശ്രീ ഭരതക്ഷേത്രമാണ്. ഇവിടെ ഈ ഭഗവാന്റെ സന്നിധിയിൽ രാവിലെ 5:30 മണിക്കാണ് നട തുറക്കുന്നത്. നട തുറന്ന് ഉഷപൂജ കഴിഞ്ഞ് സാധാരണഗതിയിൽ 10:30 മണിക്കാണ് നടയടക്കാറ്. ഉച്ചപൂജയോടുകൂടി നടയടക്കാറ്. പുറത്ത് ശ്രീകോവിലിനകത്ത് തന്നെ നാലമ്പലത്തിനകത്ത് ഗണപതിയും കൂടി ഇവിടെ കന്നിമൂലയിൽ ഗണപതിയുണ്ട്. പുറത്ത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് വന്നാൽ ഭഗവതിയാണ് പ്രധാനപ്പെട്ട എളയാവൂർ ഭഗവതി എന്ന് അറിയപ്പെടുന്നത് തന്നെ. പൂരമഹോത്സവം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ മീനമാസത്തിലെ പൂരം നാളിലാണ് ഭഗവതീൻ്റെ അടുക്ക പൂരം. പ്രധാന ദേവപ്രതിഷ്ഠയായ ഭരതന് പുറമെ ക്ഷേത്രത്തിൻ്റെ ഈശാന കോണിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപമായ അമ്പാടിക്കണ്ണനും നാലമ്പലത്തിനുള്ളിൽ മഹാഗണപതിയും വായുകോണിൽ മഹാവിഷ്ണുവും ദേവീക്ഷേത്രത്തിന് പുറകിലായി നാഗപ്രതിഷ്ഠയുമുണ്ട്. പ്രധാന ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് ക്ഷേത്രത്തിന് കാവലാളായി വിഷ്ണുമൂർത്തിയും കുടികൊള്ളുന്നു. 3 തന്ത്രിമാർക്ക് ഒരുപോലെ താന്ത്രികാവകാശമുള്ള പുരാതന ക്ഷേത്രം കൂടിയാണിത്. തരണനെല്ലൂർ, കാട്ടുമാടം, പാമ്പുമേക്കാട്ട് തന്ത്രിമാരാണ് ഇവിടെ താന്ത്രിക അവകാശികൾ. അമ്പലത്തിൻ്റെ പ്രത്യേകതകൾ ഒട്ടനവധിയാണ്. ഓരോ മഹോത്സവമാണ് ഉത്സവം. അവിടെ ഭരതനെയും ഭഗവതിയെയും പുറത്തെഴുന്നള്ളിക്കും. കടമ്പനൃത്തം പ്രധാനമായിട്ട് നടക്കുന്നു. 2 തന്ത്രിമാരാണ് അടയാരംഭിക്കുന്നത്. ഒന്ന് തരണനെല്ലൂർ കൽപ്പനാഥനും ഉണ്ണിയും പൂജിപ്പാടും, അതുപോലെ തന്നെ കാട്ടുമാടം ഈശാനും പൂജിപ്പാടും. ഇത് 2 പ്രശസ്തരായ തന്ത്രിമാരാണ് അമ്പലത്തിൻ്റെ തന്ത്രിമാർ. ഉത്സവങ്ങൾ മറ്റൊട്ടനവധി ആഘോഷങ്ങൾ അമ്പലത്തിൽ നടക്കുന്നുണ്ട്. നവരാത്രി ആഘോഷം, അതുപോലെ തന്നെ മണ്ഡലകാലം, അങ്ങനെ എല്ലാ കാലവും വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്ന അമ്പലമാണ്. താമരമാലയും താമരമൊട്ടുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായി
ദിവസവും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ ദർശനത്തിനെത്തുന്നത്. രാമായണ മാസത്തിൽ രാമായണ ശീലുകൾ കേട്ട് രാമമന്ത്രം ജപിച്ച് മനസ്സു നിറഞ്ഞാണ് ഓരോ ഭക്തനും ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുന്നത്.